ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുതിയൊരു ഹൃദയം തരും. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. പുതിയ ഹൃദയം തരും. 2, പുതിയൊരു ആത്മാവിനെ തരും. യെഹെസ്കേൽ പ്രവചനം 36:26 വീണ്ടും വായിക്കാം. അവിടെ അതുകൊണ്ട് പുതിയൊരു ആത്മാവിനെ നിങ്ങൾക്ക് തരും. പുതിയൊരു ആത്മാവ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരാത്മാവ്. ഇന്ന് ഉള്ളിൽ ദുരാത്മാക്കളാണ് വാഴുന്നത്. അസൂയയും പകയും വിദ്വേഷവും സ്പർദ്ധയും ഉള്ളപ്പോൾ ദുരാത്മാക്കളാണ് വാഴുന്നത്. തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ പറ്റാത്തപ്പോൾ ദുരാത്മാക്കളാണ് വാഴുന്നത്. ഇന്ന് ഹൃദയത്തിൽ ദുഷ്ടത വാഴുന്നു, ദുരാത്മാക്കൾ വാഴുന്നു. ദുഷ്ടപിശാച് ഹൃദയത്തിൽ അധികാരം പിടിച്ചിരിക്കുകയാണ്, അധികാരം പറ്റിയിരിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ ലക്ഷ്യം ഇന്ന് ദൈവമല്ല, ദൈവികമല്ല, ആത്മീയമല്ല, സ്വർഗീയമല്ല. ലക്ഷ്യം ഇന്ന് ലോകവും ലോകത്തിൻ്റെ പ്രതാപങ്ങളും വെറുക്കൂത്തുകളും ലോക സന്തോഷങ്ങളും ജടിക സുഖങ്ങളും ജടികമായ അഭിലാഷങ്ങളും മാത്രം. ഇത് ദുരാത്മാക്കളാണ് ഹൃദയത്തിൽ വാഴുന്നത്. അറിയുന്നുണ്ടോ? മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ദുരാത്മാവാണ് വേദനിപ്പിക്കുന്നത്, ദുരാത്മാവാണ് പ്രവർത്തിക്കുന്നത്, ദുരാത്മാവിന് ഇടം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതേത് തുറയിൽ നിൽക്കുന്നവരാണെങ്കിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുരാത്മാക്കൾ അധിവസിക്കുന്നു. ഗദരദേശത്തിലെ ഭൂതബാധിതരിൽ മർക്കോസ് 5-ാം ഗദരദേശത്തിലെ ഭൂതബാധിതരിൽ ദുരാത്മാക്കളുണ്ട്. 6000 ഭൂതങ്ങളാണ് ഒരാൾക്കാർ കൂടിയത്. 6000 ഭൂതങ്ങൾ. ഇത്ര ഭയാനകമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വസ്ത്രം ഉടുക്കുന്നില്ല, നഗ്നതാബോധം പോയി, സുബോധം പോയി. ദുരാത്മാക്കൾ വസിക്കുകയാണ്. അവൻ തന്നെത്താൻ കല്ലുകൊണ്ട് ഇടിച്ച് ചതയ്ക്കുന്നു, മുറിവുണ്ടാകുന്നു. അവൻ ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്ക് ചാടുന്നു, മുറിവേൽക്കുന്നു. അവൻ കല്ലറയിൽ പാർക്കുന്നു. അവനൊരു പേടി സ്വപ്നമാണ്. നാട്ടിൽ ഗദരദേശത്ത് അവൻ പേടി സ്വപ്നമായിരുന്നു. ഇതൊരു ഭയാനകമാണ്. കുട്ടികൾക്ക് റോഡിൽ നടക്കാൻ വയ്യ, പേടിച്ച് നടക്കുകയാണ്. എപ്പോഴാണ് ആക്രമിക്കുന്നവൻ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ വീട്ടിൽ നിന്ന് വന്ന് കല്ലറയിൽ പാർക്കുന്നു. ഭാര്യയോ കുഞ്ഞുങ്ങളോ അവൻ വരുന്നത് കേട്ടാൽ പേടിച്ചു പോകും. അതുകൊണ്ട് പെട്ടെന്ന് വാതിലെടുത്ത് കുറ്റിയിടും. ഗദരദേശത്ത് ഭൂതബാധിതൻ. അനേകരിന്ന് അങ്ങനെയുള്ളവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭൂതബാധ മാനസിക രോഗമെന്ന് നമുക്ക് പറയാം, തെറ്റില്ല. മാനസിക രോഗം ഭൂതബാധയാണത്. ഈ ഭൂതബാധ മാറും. നമ്മുടെ ബുദ്ധി വൈകല്യങ്ങൾ മാറും. നമ്മുടെ മനസ്സിൻ്റെ ശക്തി കുറഞ്ഞത് മാറിയിട്ട് മനഃശക്തി കൂട്ടിക്കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മായയാണെന്ന് മനസ്സിലാകും. ഭൂതബാധ മാറണം. അവിടെ ദുരാത്മാക്കളെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് അകത്ത് വരണം. പരിശുദ്ധാത്മാവ് അകത്ത് വരണം. ആത്മാവ്, പുതിയൊരാത്മാവിനെ കിട്ടും. ഇപ്പോഴുള്ള ഈ ദുഷ്ടാത്മാക്കളെ എല്ലാം കർത്താവ് ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയും. പ്രകാശം വരുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അന്ധകാര ശക്തികൾ മാറിപ്പോകും. ഇരുട്ടിന് അധികാരം നമ്മിൽ നിന്ന് മാറിപ്പോകും. എന്തൊരു സൗഭാഗ്യമാണത്. ദുരാത്മാക്കൾ മാറിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദുരാത്മാക്കൾ ബാധിച്ചാൽ ചിലപ്പോൾ നടു കുനിഞ്ഞു പോകും. 18 കൊല്ലം കുനിയായ ഒരു സ്ത്രീ നടന്നിരുന്നു. അവൾ ദേവാലയത്തിൽ വരുന്നത് കൂനിയാണ്. പാവം, മുകളിലോട്ട് നോക്കാൻ നിർവാഹമില്ല. 18 കൊല്ലമായി കൂനി ബാധിച്ച ഒരു സ്ത്രീ ഇങ്ങനെ കൂനി ദേവാലയത്തിലേക്ക് വരും. കർത്താവ് അവളെ കണ്ടു. അവളെ കണ്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. ദുരാത്മാവ് ബാധിച്ച് രോഗത്തിൻ്റെ ആത്മാവായി അവളിൽ പ്രവേശിച്ച ദുരാത്മാവ് മുഖാന്തരം അവളുടെ ശരീരം കൂനിപ്പോയി. അവളുടെ ശരീരത്തിൽ രോഗം വന്നുപോയി. കർത്താവ് അവളുടെ ശരീരത്തേക്ക് ചെന്നു. കർത്താവ് അവളുടെ മുതുകത്ത് കൈവച്ചു. സ്ത്രീയെ നിന്നെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 18 കൊല്ലമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നു. സാത്താൻ്റെ ബന്ധനം മൂലം രോഗം വന്നിരിക്കുന്നു. ദുരാത്മാക്കളുടെ ബാധ. അനേകരുടെ ഹൃദയത്തിൽ ദുരാത്മാക്കൾ വാഴുന്നു. കുടുംബത്തിൽ വഴക്കുണ്ടാകുന്ന കാരണം അതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഇഷ്ടക്കുറവിന് കാരണം അവിടെ ദുരാത്മാക്കൾ വാഴുന്നു. പല കുടുംബങ്ങളിലും ഐക്യമില്ലാത്തതിന് കാരണം ദുരാത്മാക്കൾ വാഴുന്നു. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാത്തതിന് കാരണം ദുരാത്മാക്കൾ വാഴുന്നു. മക്കൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരിക്കുന്നു. ദുരാത്മാക്കളാണ് വശീകരിച്ചുകൊണ്ട് പോകുന്നത്. പ്രേമത്തിലേക്കും അഴുക്കായ കാര്യങ്ങളിലേക്കും പിള്ളേരെ വലിച്ചുകൊണ്ട് പോകുന്നത് ദുരാത്മാക്കളാണ്. പ്രേമബന്ധങ്ങളിലേക്കും പ്രീമാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുൻപുള്ളതായ ലൈംഗിക ആസക്തിയിലേക്കും വലിച്ചുകൊണ്ട് പോകുന്നത് ദുരാത്മാക്കളാണ്. ആരും ഇതൊന്നും അറിയുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ പിശാചിൻ്റെ അടിമത്തിൽ ജീവിച്ച് അവസാനം പിശാചുക്കൾക്ക് ഒരിക്കലും നരകാഗ്നിയിലേക്ക് പോകും. അപ്പോൾ അയ്യോ തെറ്റിപ്പോയല്ലോ മനസ്സിലാകുന്നത്, അയ്യോ അബദ്ധമായി പോയല്ലോ മനസ്സിലാകുന്നത്. ജീവിച്ചിരുന്നപ്പോൾ പ്രസംഗം കേട്ടപ്പോഴെല്ലാം മനസ്സിലായതാണ്. പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല, അതിന് ഗൗരവം കൊടുത്തില്ല. ഗൗരവം കൊടുത്തിരുന്നെങ്കിൽ ഈ അപകടം വരില്ലായിരുന്നു. പക്ഷേ അന്ധകാരത്തിൻ്റെ ഭീകരാധിപതിയായ ദുരാത്മാക്കൾ, പൈശാചുക്കൾ, സാത്താൻ്റെ സേവകർ വന്ന് ബന്ധിക്കുന്ന മനുഷ്യനെ. സാത്താൻ്റെ ബാധ മൂലം രോഗം വരുന്നു. ഈ ദുരാത്മാക്കളെ മാറ്റും. എങ്ങനെ മാറ്റും? പരിശുദ്ധാത്മാവ് വരുന്നു. സ്തോത്രം.
ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വരണമെന്ന്? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വരണമെന്ന്. പരിശുദ്ധാത്മാവ് എന്നൊക്കെ അറിയാം, കേട്ടിട്ടുണ്ടല്ലോ. പിതാവും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി, നമുക്ക് അറിയാം ഉണ്ട്. ത്രിയേക ദൈവം നമുക്കറിയാം. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പുതിയ കാര്യമൊന്നും പറയുന്നില്ലല്ലോ, വളരെ വളരെ പഴയ കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, സത്യം പറഞ്ഞോട്ടെ, 17 വയസ്സ് വരെ എൻ്റെ ഹൃദയത്തിൽ ദുരാത്മാവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പള്ളിയിൽ പോകുന്നതിനായിരുന്നു, നമസ്കാരിച്ചിരുന്നതിനായിരുന്നു, വളരെ ചിട്ടയായ നമസ്കാരമായിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ദുരാത്മാക്കളായിരുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ എന്നോട് അറിഞ്ഞുമില്ല. കാരണം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഞാനൊരു പരീശനായിരുന്നു. പ്രകടമായ ഭാവത്തിനൊന്നും പോയിട്ടില്ല ഭാഗ്യവശാൽ. കാരണം ഒന്നും പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നില്ല. ആരെങ്കിലും പറഞ്ഞു നല്ല പഠിക്കൂ, നിങ്ങൾ പഠിക്കേണ്ടവന്നില്ല. അശുദ്ധ ശരീരങ്ങളൊന്നും പഠിക്കേണ്ടവന്നില്ല. എന്നാൽ 17-ാമത്തെ വയസ്സിൽ ഞാൻ വചനം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു മാന്യനും നീതിമാനുമാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ദുരാത്മാക്കൾ വാഴുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാൻ ആദ്യം ഗവനിക്കാതിരുന്നെങ്കിലും പെട്ടെന്ന് ആ പ്രസംഗകൻ്റെ നാവിൽ കൂടി വന്ന ചില വാക്കുകൾ എൻ്റെ ഹൃദയത്തെ തട്ടി ഉണർത്തി. അദ്ദേഹം പറഞ്ഞ വാക്ക്, ലാസറിൻ്റെ ശവക്കലറ പോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഹൃദയം ചീഞ്ഞിരിക്കുന്നു, പുറമേ അഴുക്കൊന്നുമില്ല, പുറമേ ദുർഗന്ധമില്ല. ലാസറിൻ്റെ ശവക്കലറ പോലെ ചിലരുടെ ഹൃദയം ഇന്ന് ശവക്കലറ പോലെ ഇരിക്കുന്നു, അശുദ്ധി തിങ്ങിയിരിക്കുന്നു. വൈരാഗ്യവും പകയും വിദ്വേഷവും നിരാശയും കോപവും വാശിയും വൈരാഗ്യവും അശുദ്ധമായ വികാരങ്ങളും മ്ലേച്ഛമായ മോഹങ്ങളും എല്ലാം ഉള്ള ഹൃദയം പുറമേ ആരും കാണുന്നില്ല, പുറമേ പ്രവൃത്തിയിൽ വരുന്നുമില്ല. പക്ഷേ എന്നാൽ ഇന്ന് കർത്താവ് ഇതാ ലാസറിൻ്റെ കല്ലറത്തിൽ വന്ന കർത്താവ് ഈ ദേവാലയത്തിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, ലാസറയെ പുറത്തു വരിക എന്ന്. അദ്ദേഹം പിന്നെ കൈ കൊണ്ടിയത് എൻ്റെ നേരെയാണെന്ന് ഞാൻ തോന്നിപ്പോയി. എനിക്കറിയാൻ വയ്യ, ഇനി അറിയില്ല അദ്ദേഹം, എനിക്കത് പരിചയമുണ്ടായിരുന്നില്ല. അദ്ദേഹം കൈ കൊണ്ടിയത് എൻ്റെ നേരെയാണെന്ന് തോന്നി. ഞാൻ ഞെട്ടിത്തരിച്ചു. ഞാൻ തല താഴ്ത്തി. കർത്താവേ, ലാസറിൻ്റെ അനുഭവം എനിക്കാണ്. അകം ചീഞ്ഞിരിക്കുന്നു, നിരാശയാണ്, ജീവിതം വിരസമാണ്, സമാധാനമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിറയെ പാപങ്ങളാണ്, അശുദ്ധമായ വികാരങ്ങൾ, വിചാരങ്ങൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. കർത്താവേ, ചിലരോട് നല്ല കടുത്ത വൈരാഗ്യം, നല്ല പക, നല്ല വിദ്വേഷം, നല്ല കോപം, ദുർവാശി. എൻ്റെ കർത്താവേ, ഈ മഹാഭാവിയായി ഞാനിവിടെ ഇരിക്കുന്നു. ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, അത് ഞാനാണ്. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ലാസറിനെ ഉയർപ്പിച്ച യേശുവേ, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി എൻ്റെ ഹൃദയത്തിൽ സ്വർഗം. അന്ന് തുടങ്ങി എൻ്റെ ജീവിതം സമാധാനം. അന്ന് തുടങ്ങി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് തുടങ്ങി സന്തോഷം വന്നു. ആരോടും പരിഭവമില്ല, ആരോടും പരാതിയില്ല, ഒരു കാര്യത്തിലും പിടിവാശിയില്ല. എല്ലാം എൻ്റെ യേശു കാണുന്നു. എൻ്റെ യേശുവിന് കരുത്തിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ തികഞ്ഞവനായിരുന്നൊന്നുമല്ല പറയുന്നത്, തികഞ്ഞവനായിട്ടില്ല. ഇന്നും എൻ്റെ ഇഗോ അതുപോലെ ചിലത് നിൽക്കുന്നുണ്ട്. ഇഗോ എൻ്റെ സ്വയം, എൻ്റെ ഒരു ഞാനെന്ന ഭാവം ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്. അത് ഓരോരോ ടെസ്റ്റ് വരുമ്പോഴേ അറിയുള്ളൂ ഇത് ഉണ്ടെന്ന് തന്നെ, അല്ലെങ്കിൽ അറിയില്ല. ഒരു പരീക്ഷണഘട്ടം വരുമ്പോൾ അപ്പോൾ മനസ്സിലാകും എൻ്റെ സ്വയം മാറിയിട്ടില്ല, എൻ്റെ തന്നിഷ്ടം മാറിയിട്ടില്ല, എൻ്റെ ചില പ്രത്യേക നിർബന്ധങ്ങൾ മാറിയിട്ടില്ല, കടുംപിടുത്തങ്ങൾ മാറിയിട്ടില്ല എന്നൊക്കെ അപ്പോൾ മനസ്സിലാകും. അപ്പോൾ വീണ്ടും സമർപ്പിക്കും. കർത്താവേ, ഞാൻ വിചാരിച്ചു എല്ലാം സമർപ്പിച്ചു വന്ന്, പക്ഷേ സമർപ്പിച്ചില്ലല്ലോ കർത്താവേ, ഇതും കൂടി ഞാൻ സമർപ്പിക്കുന്നു. പക്ഷേ പിന്നെയും ഉണ്ട്, മാറാനുണ്ട്. പിന്നെയും മരണത്തോടുള്ള പ്രക്രിയയാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് വരുന്ന വിശുദ്ധീകരണം. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിശുദ്ധീകരണം വേണമോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണമോ? പുതിയൊരാത്മാവ് നിങ്ങൾക്ക് വേണമോ? പുതിയൊരാത്മാവ്, പുതിയൊരു ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും, ആത്മാവിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാന്യ സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങട്ടെ. വെള്ളപ്രാക്കൾ പറന്നു വന്ന് നിങ്ങളുടെ തലമേൽ ചുറ്റി പറക്കട്ടെ. വെള്ളപ്രാക്കൾ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പതിയിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം കരകവിയട്ടെ. ജീവിതം സന്തോഷ സമന്വിതമായി തീരട്ടെ. ആനന്ദവും ആഹ്ലാദങ്ങൾ അലതല്ലട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടും. പരിശുദ്ധാത്മാവുള്ള ഉള്ളതിൽ വരുമ്പോൾ വലിയൊരു ശാന്തി നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് രോഗം പോലും മാറും. രോഗം മാറും. മാറാത്ത തലവേദന തൊട്ട് മാറും. മാറാത്ത ആസ്മ രോഗം മാറും. ദൈവത്തിന് സ്തോത്രം. ആസ്മ രോഗം പുതിയൊരാത്മാവിനെ ലഭിക്കും. പുതിയൊരാത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് വരും. സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ? ഈ പരിശുദ്ധാത്മാ നിങ്ങൾക്ക് വേണമോ? പരിശുദ്ധാത്മാ വാതിൽക്കൽ നിൽക്കുകയാണ്. അകത്തേക്ക് കിടക്കാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുന്നവനെ അകത്ത് വരിക എന്നതിന് പുറത്ത് നിൽക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക എന്നതിന് പുറത്ത് നിൽക്കുന്നു. നിങ്ങൾ പറയണം ഇപ്പോൾ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക എന്നതിന് പുറത്ത് നിൽക്കുന്നു. പരിശുദ്ധാത്മാവെ അകത്തേക്ക് വരിക. ഈ ഉള്ളവൻ്റെ ഉള്ളിലേക്ക് വരിക. വിഷാദം കലുഷിതമായിരിക്കുന്ന ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരിക. പരിശുദ്ധാത്മാവെ വരിക. പരിശുദ്ധാത്മാവെ അരൂപിയായ ആത്മാവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. അരൂപിയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരിക. നിത്യസ്വർഗത്തിൻ്റെ സ്വച്ഛാധികാരം കൈയാളുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. എൻ്റെ ഉള്ളത്തിൽ വസിക്കുക. എൻ്റെ രോഗങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ആകുലങ്ങൾ, മക്കളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ എല്ലാം മാറ്റുവാൻ നീ വന്നാൽ മതിയാകും കർത്താവേ. നീ എൻ്റെ അപ്പനായി, എൻ്റെ നാഥനായി, എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷിതാവായി, എൻ്റെ രക്ഷകർത്താവായി എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ പുതിയൊരാത്മാവിനെ തരും. ഒന്ന്, പുതിയ ഹൃദയം തരും. രണ്ട്, പുതിയൊരാത്മാവിനെ തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് മൂന്നാമത്തേത്? ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. 2 Corinthians 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു. സ്തോത്രം. പുതിയ സൃഷ്ടി, എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടി. അതെന്താണത്? പഴയ മനുഷ്യൻ സ്വഭാവം, ചായമൊന്നും മാറുന്നില്ല, ഷേപ്പ്, ആകൃതി മാറുന്നില്ല. പഴയ കണ്ണ്, പഴയ തല, പഴയ മൂക്ക്, പഴയ നാവ്, പഴയ കൈ, പഴയ കാല്, എല്ലാം അങ്ങനെ തന്നെ, വേറൊന്നും മാറ്റമില്ല. പക്ഷേ അവിടെ അകത്തൊരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. പുതിയ സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടി. സെൻറ്റ് പോൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. സെൻറ്റ് പോൾ ഇത് പറയുമ്പോൾ സെൻറ്റ് പോളിന് സ്വന്തം അനുഭവമുണ്ട്. നിഷ്ഠുവനായിരുന്നു. സന്നിധി സംഘത്തിലെ അംഗമായിരുന്ന കാലത്ത് വലിയ പണ്ഡിതനായിരുന്നു. ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫസർ ഗമാലിയേലിൻ്റെ അരുമശിഷ്യനായി പഠിച്ചു വന്ന തത്വജ്ഞാനിയായിരുന്നു. താത്വിക ആചാര്യനായിരുന്നു. മഹാപണ്ഡിതനായിരുന്നു. മഹാജ്ഞാനിയായിരുന്നു. അന്ന് യഹൂദ മതത്തിനെതിരാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു, ധരിച്ചിരുന്നു. ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്നവർ യഹൂദ മതത്തിൻ്റെ സാക്ഷാലുള്ള തനതായ സത്തയ്ക്ക് എതിരാണെന്ന് ധരിച്ചു വച്ചിരുന്നു. തെറ്റായിപ്പോയി, അറിഞ്ഞില്ല. നിഷ്ഠുരതയോടെ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ, വിശ്വാസികൾ എന്ന് പറയുന്നവരെ നശിപ്പിക്കാൻ യത്നിച്ചു. അതുകൊണ്ടാണ് സ്തേഫാനോസിന് കല്ലെറിഞ്ഞു കൊടുക്കുവാൻ നേതൃത്വം കൊടുത്തത്. ആദ്യത്തെ രക്തസാക്ഷിയായി സ്തേഫാനോസ് തീരാൻ കാരണം ശൗലിൻ്റെ നേതൃത്വത്തിലുണ്ടായ കല്ലേറാണ്. കല്ലെറിഞ്ഞു കൊന്നു. പരസ്യ സ്ഥലത്ത് വെച്ച് പരസ്യമായി കല്ലെറിഞ്ഞു. സ്തേഫാനോസ് ശരീരം കല്ലുകൊണ്ട് ഉടയുകയും മാംസം ചതയുകയും ചെയ്ത് ചോരയൊഴുക്കിക്കൊണ്ട് വീണു. കല്ലേറ് കൊണ്ട് വീണു. വീണ്ടും കല്ലെറിഞ്ഞു. ഇടയ്ക്ക് സ്തേഫാനോസ് കൈകുത്തി എഴുന്നേൽക്കാൻ നോക്കി, കൈ പൊങ്ങുന്നില്ല. ഒരു വിധത്തിൽ ഒടിഞ്ഞുപോയ കൈ പയ്യെ പൊക്കിക്കൊണ്ട് അങ്ങ് ഒട്ടുമേൽ നിന്നിട്ട് സ്തേഫാനോസ് മുകളിലേക്ക് നോക്കി. ശൗൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കല്ലെറിയാൻ നേതൃത്വം കൊടുത്ത ശൗൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പയ്യെ നോക്കിയപ്പോൾ സ്തേഫാനോസിൻ്റെ മുഖം പ്രകാശിക്കുന്നു. കാരണം സ്വർഗം തുറന്നിരിക്കുന്നതാണ് കാണുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കാണുന്നു. അതുവരെയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ നിൽക്കുന്നു. ഭൂമിയിലേക്ക് ഉറ്റുനോക്കുന്നു. തൻ്റെ പ്രിയദാസൻ കല്ലേറ് കൊണ്ട് പിടയുന്നത് കണ്ടുകൊണ്ട് വേദനയോടെ കർത്താവ് നോക്കി നിൽക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ശൗൽ എന്നാണ് അവൻ്റെ പേര്, സെൻറ്റ് പോൾ എന്നായില്ല. ശൗൽ അവൻ രസിച്ച് നിൽക്കുകയാണ്. സ്തേഫാനോസ് ഇങ്ങനെ മുകളിലേക്ക് നോക്കുകയും ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു, കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ശൗലിന് ദേഷ്യം വന്നു. വീണ്ടും ഏറ് തുടങ്ങി. തീർത്തും നിലം പറ്റി വീണു. പക്ഷെ വീഴാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, കർത്താവേ, പിതാവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. എൻ്റെ ജീവനുള്ള ദൈവത്തിന് സ്തോത്രം. അത് ശൗലിൻ്റെ ഹൃദയത്തിൽ തൊട്ടു. പിതാവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ച സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന ഈ നിഷ്ഠൂരനായ ശൗലിൻ്റെ ഹൃദയത്തെ തൊട്ടു. ശൗൽ ഉണർന്നു. ശൗല് ചിന്തിച്ചു, എന്താണിത്, എന്താ ഇങ്ങനെ? ക്രിസ്തു ക്രൂശിന്മേൽ കിടന്ന് പ്രാർത്ഥിച്ച കാര്യം കേട്ടിട്ടുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതത് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ട്.
എന്നാൽ ഇപ്പോഴിതാ സ്തേഫാനോസ് പറയുന്നു, പിതാവേ, ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന്. എന്തൊരു മനോഭാവമാണിത്! ഇതുവരെ കേട്ടിട്ടില്ലാത്തതാണല്ലോ, ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണല്ലോ. ശൗൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചെങ്കിലും പാവപ്പെട്ട വിശ്വാസികളെ ഉദ്ധരിക്കുന്നത് മതിയാക്കിയില്ല, നിർത്തിയില്ല. ഒരു ദിവസം അവർ ഏതാനും ചെറുപ്പക്കാർ കൂടി ഡമാസ്കസിലേക്ക് പോവുകയായിരുന്നു. തർസോസിൽ ഡമാസ്കസിലേക്ക് പോകുന്നു. വിശാലമായൊരു വഴിയാണ് ഡമാസ്കസ് റോഡ്, വിശാലമായ വഴിയാണ്. അങ്ങനെ പോകുമ്പോൾ ഡമാസ്കസിലേക്ക് കടന്നില്ല. അവിടെ ഡമാസ്കസിൽ അവിടെ ഒരു അനന്യാസ് എന്ന് പറയുന്നൊരു പുരുഷനുണ്ട്, വിശ്വാസിയാണ്. അയാളുടെ വീട്ടിൽ ഒരു ചെറിയ കുടുംബയോഗമുണ്ട്, ഒരു ചെറിയ പ്രാർത്ഥനാ യോഗം. അവിടെ ചെന്ന് അനന്യാസിനെയും ആ പ്രാർത്ഥനക്കാരെയെല്ലാം കൊല്ലാൻ, അവരെ പിടിച്ചെടുക്കൊണ്ടുവന്ന് അധികാരികളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എല്ലാം പരിപാടി ഇട്ടുകൊണ്ടാണ് പോകുന്നത്. കർത്താവ് എല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാ പരിപാടിയും കർത്താവ് കാണുന്നുണ്ടല്ലോ. കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഡമാസ്കസ് റോഡിൽ അതിൻ്റെ അറ്റത്തെത്തിയില്ല, ഡമാസ്കസിലേക്കും കടന്നില്ല. അതിൻ്റെ വാതിക്കലെത്തിയപ്പോൾ പെട്ടെന്നാണ് നട്ടുച്ചയ്ക്ക് ഒരു കൊടിയ മിന്നൽ പോലെ എന്തോ ഒന്ന് കണ്ടു. വലിയ ഭയങ്കരമായ ശക്തിയിൽ 1000 കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് അതുപോലത്തെ തീക്ഷ്ണമായ ലൈറ്റ്. കണ്ണഞ്ചി പോയി, കണ്ണുകാഴ്ച പോയി. അവരെല്ലാവരും നിലത്ത് വീണു. എന്താ ഇതെന്ന് മനസ്സിലായില്ല. എന്താണ് ഈ വെളിച്ചം? അപ്പോൾ ശൗലും വീണു. പക്ഷേ മറ്റുള്ളൊരു എന്തോ ശബ്ദമൊക്കെ കേട്ടുള്ളൂ, അവർക്ക് തിരിഞ്ഞില്ല. ശൗലിന് ശബ്ദം തിരിച്ചറിയാൻ പറ്റി. ശൗലേ, ശൗലേ വിളിക്കുകയാണ്. എൻ്റെ പേരറിയാമല്ലോ. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നെന്ത്? തകർന്നു, പൊട്ടി തകർന്നു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നെന്ത്? സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഉടനെ ശൗല് കിടന്ന് കിടപ്പിച്ചു, നീ ആരാകുന്നു കർത്താവേ? എളിമയായി, വിനയമായി, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അതുവരെയും ദൈവമക്കളെ ഉപദ്രവിക്കുന്ന യേശുവിനെ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. സഭയുടെ തീക്ഷ്ണത കൊണ്ടും സഭയുടെ വിശ്വാസ ദാർഢ്യം കൊണ്ടും അതിനുവേണ്ടി ജനങ്ങളെ ഒരുക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടും ശൗല് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശൗല് വിചാരിച്ചിരുന്നത്. അന്നത്തെ പള്ളിപ്രമാണിമാർ, യഹൂദ മതത്തിലെ മേലാളന്മാർ ശൗലിനെ പറഞ്ഞയച്ചപ്പോൾ സഭയോടുള്ള തീക്ഷ്ണത കൊണ്ടാണ് പറഞ്ഞയച്ചത്. എന്നാൽ അത് ക്രിസ്തുവിനെ ഉപദ്രവിക്കുകയാണ് എന്ന് ശൗൽ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. ഭാഗ്യം. സ്വർഗീയ തേജസ്സ് ചുറ്റും മിന്നിയപ്പോൾ ശൗൽ വെപ്രാളത്തോട്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നെന്ന് കേട്ടപ്പോൾ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഉള്ളം തെളിഞ്ഞു. അപ്പോൾ ഞാൻ ഉപദ്രവിക്കുന്ന യേശുവിനെ ആയിരുന്നല്ലേ? ഞാൻ ധരിച്ചത് ഈ വിശ്വാസികളെയാണെന്നാണല്ലോ. ഇവരെല്ലാം ചില സൂത്രക്കാർ അങ്ങനെ പറഞ്ഞ് ഉപജീവനത്തിൽ വഴിയിടുന്നതിനാണല്ലോ ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അല്ലല്ലോ, ഞാൻ യേശുവിനെയാണല്ലോ ഉപദ്രവിച്ചത്. അവിടെ വീണു, കണ്ണുകാഴ്ചയില്ല. ദൈവത്തിന് സ്തോത്രം. നീ എഴുന്നേറ്റ് പോകുക, നീ ദമസ്കോസിലേക്ക് പോകുക. അവിടെ അനനിയാസിൻ്റെ വീട്ടിൽ നീ ചെല്ലുക. അവിടെ അനനിയാസ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശൗല് അവിടെ ചെന്നു. കൊല്ലാൻ വന്നവൻ താങ്ങാൻ വരുന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, കൊല്ലാൻ വന്നവനാണ്, പിടികൂടാൻ വന്നവനാണ്, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വന്നവനാണ്. അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ശൗല് സെൻറ്റ് പോളായി മാറി, പുതിയ സൃഷ്ടിയായി. ദൈവജനത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശൗല് ദൈവജനത്തിൻ്റെ സഹായിയായി എന്ന് മാത്രമല്ല, ദൈവജനത്തെ സ്വർഗീയമായ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ യത്നിക്കുന്ന ഒരു സുവിശേഷകനായി മാറി. 14 ലേഖനം എഴുതി. 14 ലേഖനം എഴുതി. 7 ലേഖനവും കാരാഗ്രഹത്തിൽ കിടന്ന, റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന ആദ്യം 4 ലേഖനം എഴുതി. ഫിലേമോൻ എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ് ലേഖനം, എഫേസ്യ ലേഖനം. പിന്നീട് വീണ്ടും കാരാഗ്രഹത്തിലായി. അന്ന് കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. പാനിയാകും അഴിക്കപ്പെടുന്നു മനസ്സിലായി. നിര്യാണകാലം അടുത്തു മനസ്സിലായി. തീമോത്തേയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, തീമോത്തേയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം, 3 ലേഖനങ്ങൾ 2-ാം പ്രാവശ്യം കാരാഗ്രഹത്തിൽ വെച്ച് എഴുതി. ഇന്ന് ക്രൈസ്തവ സഭയുടെ സമ്പത്താണ് ലേഖനങ്ങൾ, വിശ്വാസിയുടെ സമ്പത്താണ് ലേഖനങ്ങൾ. അതിനകത്ത് ആത്മാൻ തീ പാളിക്കൊണ്ടിരിക്കുകയാണ്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീ കത്തും. സ്വർഗത്തിലേക്ക് നമ്മളിലേക്ക് ഇറങ്ങി വരും. സ്നേഹിതരെ, നിങ്ങൾ വേദവസ്തം വായിച്ച് തീ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവം ഉണ്ടോ? സ്വർഗത്തിൽ തീ കത്തുന്ന അനുഭവം കിട്ടിയിട്ടുണ്ടോ? കണ്ണീരും ഭാരവും പ്രയാസവും ദുഃഖവും നെടുവീർപ്പുമുള്ള ഈ ലോക ജീവിതത്തിൽ കണ്ണീര് മാറ്റുന്ന സുവിശേഷത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ?
അത് മനുഷ്യരും തരുന്നതല്ല, ദൈവമുള്ള പരിശുദ്ധാത്മാവ് തരുന്നതാണ്. പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. പുതിയ സൃഷ്ടിയാക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ സൃഷ്ടി. സഹോദരങ്ങളെ, നിങ്ങൾ പുതിയ സൃഷ്ടിയാകാൻ ആഗ്രഹമുണ്ടോ? വേറെ ആരോടും പറയണ്ട. നിങ്ങളിപ്പോൾ രഹസ്യമായി കർത്താവോട് പറയണം. അരികത്തുണ്ട് കർത്താവ്, തൊട്ടരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയണം, കർത്താവേ, ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ, മദ്യപാനം വിട്ട് പോകുന്നില്ലല്ലോ, വീട്ടിൽ കലഹം മാറുന്നില്ലല്ലോ, കർത്താവേ, ചീത്ത ചില അശുദ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവേ, പുറമെ പറയാൻ നാണമാകുന്നു, പേടിയാകുന്നു കർത്താവേ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് മാറ്റി എന്നെ പുതിയ സൃഷ്ടിയാക്കാമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് പുതിയ സൃഷ്ടിയായി തീരാൻ കർത്താവിൻ്റെ കാരണം നിങ്ങൾ സന്ധിക്കുന്നുണ്ട്. അനേകം പേരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആനന്ദത്തോടെ അഭിഷേകം ചെയ്യുവാൻ കരനീട്ടി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പുതിയ സൃഷ്ടിയാകാം, പുതിയ സൃഷ്ടിയായി തീരാം. ദൈവത്തിന് സ്തോത്രം. ജംബുലിംഗ് നാടാർ എന്ന് പറയുന്നൊരു വലിയ കൊള്ളത്തലവനുണ്ടായിരുന്നു. ജംബുലിംഗ് നാടാർ തമിഴ്നാടിനെ കിടില ഉറപ്പിച്ചു. അവിടെ കുറ്റാലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് AV കാർമേൽക്ക് മദാമ്മ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ താമസിക്കുകയായിരുന്നു. നടന്ന സംഭവമാണ്. മദാമ്മയുടെ കൂടെ കുറേ സഹോദരിമാരുണ്ട്, സിസ്റ്റേഴ്സ്, അവരുമുണ്ട്. അവർ പകൽ ഗ്രാമസന്ദർശനത്തിന് പോകും, സുവിശേഷം അറിയിക്കും, സാധുക്കളെ സഹായിക്കും, രോഗികളെ പരിചരിക്കും. വൈകുന്നേരം വരും, പിന്നെ ആഹാരം തയ്യാറാക്കി ഭക്ഷണം അവർ കഴിക്കും. അവർക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് രൂപ വന്നുകൊണ്ടിരുന്നു ചെലവിനായിട്ട്. സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള ആളുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവർ താമസിക്കുന്ന വീടിന് മച്ചില്ല, പക്ഷേ കുറേ പലക നിരത്തിയിട്ടുണ്ട്. ഒരു ദിവസം അവർ വേലയെല്ലാം കഴിഞ്ഞു, വൈകുന്നേരം സന്ധ്യയായി. അവർ വന്നു, അവർ മുറിയിൽ ഇരുന്നുകൊണ്ടാണ്. അവർ കുറേ നേരം പാടി, പിന്നെ സ്തുതിച്ചു, പിന്നെ ബൈബിൾ വായിച്ചു, പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. AV കാർമികൾ മദാമ്മ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ, നീ അത്ഭുതങ്ങളുടെ ദൈവമാകുന്നുവല്ലോ, ജംബുൽ നാടാരെയും നീ സ്നേഹിക്കുന്നുവല്ലോ, അവന് വേണ്ടി കൊണ്ടാണല്ലോ നീ രക്തം ചിന്തിയത്. ആ കൊള്ളത്തലവൻ്റെ തലയ്ക്ക് 10,000 രൂപ കൊടുക്കാതെ സർക്കാർ വാഗ്ദത്തം ചെയ്തിരിക്കുന്നല്ലോ കർത്താവേ. അതുകൊണ്ട് അവനെ നീ സ്നേഹിക്കുന്നുണ്ട് കർത്താവേ, അവനൊരു മാനസാന്തരം കൊടുക്കണമേ. പെട്ടെന്നാണ് ഉണ്ടായത്. പലക നീക്കി ചാടി അവൻ ഇറങ്ങി. അവൻ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. ചാടി ഇറങ്ങി. അവർ ഞെട്ടിപ്പോയി, സ്ത്രീകളെല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാം ചാടി എഴുന്നേറ്റു. പറഞ്ഞു, നിങ്ങൾ ആരാണ് എൻ്റെ പേര് പറഞ്ഞത്? ജംബുൽ നാടാരെ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആരാ എന്നെ സ്നേഹിക്കുന്നത്? എന്നെ ആരും സ്നേഹിക്കില്ല, ഞാൻ കൊലപാതകം ചെയ്തവനല്ലേ. എത്രയോ സ്ത്രീകളെ ഞാൻ നശിപ്പിച്ചു, എത്രമാത്രം പേരെ ഞാൻ കവർച്ച ചെയ്തു. എന്നെ സ്നേഹിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? അത് പറഞ്ഞു, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. അതാരാണ് യേശുക്രിസ്തു? നന്ദി ഇരിക്കുക, പറഞ്ഞു തരാം. പറഞ്ഞു കൊടുത്തു. മദാമ്മ സുവിശേഷം പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ കാത്തിരുന്നത് നിങ്ങളെ സ്ത്രീകളെ അവമാനിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള രൂപ അപഹരിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ കയ്യിൽ ധാരാളം രൂപയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രൂപ അപഹരിക്കാനും ഈ സ്ത്രീകളെ നശിപ്പിക്കാനുമാണ് ഞാൻ വന്നത്. എന്നാൽ ഈ സുവിശേഷം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം മാറി. അവൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ യേശു സ്നേഹിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ എന്നെ യേശു സ്നേഹിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മദാമ്മ സുവിശേഷം പറഞ്ഞു കൊടുത്തു, നിർമ്മല സുവിശേഷം പറഞ്ഞു കൊടുത്തു. അവൻ എങ്ങനെ വെച്ച് കരയാൻ തുടങ്ങി. വിതുമ്പി കരയാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട. നിൻ്റെ പാപം എന്നേക്കും വീഴ്ചാൽ മാത്രം മതി. യേശുക്രിസ്തുവിൻ്റെ തിരക്തം ഇതുവരെ വന്ന പാപങ്ങളെല്ലാം കഴുകിത്തരും. മോനെ, പേടിക്കണ്ട. നിൻ്റെ പാപങ്ങളെല്ലാം കഴുകാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. ആ തിരക്തത്തിന് കഴുകും, വിശ്വസിക്കുക. അവൻ വിധിപ്പിക്കറിഞ്ഞുകൊണ്ട് അവിടെ സാഷ്ടാംഗം വീണു. അവൻ എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞു. മദാമ്മ അവനോട് പ്രാർത്ഥിച്ചു. അവൻ സുസ്മേരവദനായി എഴുന്നേറ്റു. അവൻ, ഞാൻ നാളെ പോലീസ് സ്റ്റേഷനിൽ പോകും. ഞാൻ പറയും, നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാം, ഞാൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്കെല്ലാം എന്നെ ബന്ധിക്കാൻ, ശിക്ഷിക്കാം. പക്ഷേ എൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ കയ്യിലായിരിക്കുന്നു. നിനക്ക് വിശ്വാസമായോ? ഉണ്ട്, എനിക്ക് വിശ്വാസമായി. ദൈവത്തിന് സ്തോത്രം. പിറ്റേന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസുകാർ പേടിച്ചു പോയി.
ഈ കൊള്ളത്തലവൻ വന്നിരിക്കുന്നല്ലോ, ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് അവർ വിചാരിച്ചത്. അല്ല, ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വന്നതല്ല, എന്നെ നിങ്ങൾക്ക് തരാൻ വന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ആമം വയ്ക്കാം, എന്നെ ശിക്ഷിക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ രാത്രി ഒരു അത്ഭുതം നടന്നു. യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടി. യേശുക്രിസ്തുവിനെ എനിക്ക് ലഭിച്ചു. എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിന് കൊടുത്തു. എൻ്റെ സകല പാപങ്ങൾ യേശുക്രിസ്തു കഴുകി തന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പുതിയ മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പുതിയ സൃഷ്ടി. നിങ്ങൾക്ക് വേണമോ ഈ പുതുക്കം? വേണമോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. അനേകർ ഈ പുതുക്കം പ്രാപിക്കുന്നത് ഞാൻ കണ്ടു. അനേകർ വാടകക്കൊലിയാളികൾ, വാടകക്കൊലിക്കാണെന്നവർ അവർ വന്ന് ഏങ്കലിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ കർത്താവിന് സ്തോത്രം. എല്ലാം കർത്താവ് ചെയ്ത ക്രിയകൾ. ഞങ്ങളോ നിസ്സാരര്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവേശനം കൈക്കൊള്ളാം, വേണമെങ്കിൽ പുതിയ ഹൃദയം പ്രാപിക്കാം, വേണമെങ്കിൽ പുതിയൊരു ആത്മാവിനെ നിങ്ങൾക്ക് പ്രാപിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ സൃഷ്ടിയായി തീരാം. വേണമോ? യേശുവിൻ്റെ അരികത്ത് നിൽക്കുന്നുണ്ട്, ചോദിക്കുകയാണ്, മോനെ നിനക്ക് വേണമോ? പുതിയ സൃഷ്ടിയാകണമോ? പുതിയ ആത്മാവിന് വേണമോ? പുതിയ ഹൃദയം വേണമോ? ഇന്ന് ഞാൻ പുതുക്കാമെന്ന് പറയുന്നു. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. യേശു ഇതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു, പുതുക്കം തരാൻ വന്നിരിക്കുന്നു. ഒരു കാലത്ത് പാവത്തോട് യാത്ര പറഞ്ഞ് മാനസാന്തരപ്പെട്ടവർ, അവർക്കും പുതുക്കം ആവശ്യമാണ്, അവർക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അഭിമാനിച്ച നടക്കാനൊന്നുമില്ല. പാപം ജീവിതത്തിലുണ്ട്. ഇന്നും തൊഴുത്തിൽ കുത്തും പ്രതികാര ചിന്തയും എല്ലാം ഹൃദയത്തിലുണ്ട്. ഇന്നും അഭിപ്രായ വ്യത്യാസവും സ്പർദ്ധയും എല്ലാം ഹൃദയത്തിലുണ്ട്. ഇന്നും വൈരാഗ്യവും പകയും ഹൃദയത്തിലുണ്ട്. പുറമേ പഞ്ചാര വാക്കുകൾ കാണിക്കും, പഞ്ചാര വാക്കുകൾ പറയും. അകത്തെല്ലാ തിന്മയുമുണ്ട്. മാനസാന്തരപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ പോയാൽ ദൈവരാജ്യം കാണുകയില്ല. നമ്മൾ വിനയത്തോട് പറയട്ടെ, ഇന്നത്തെ സ്ഥിതിയിൽ പോയാൽ, ശുദ്ധീകരണം പ്രാപിക്കാതെ പോയാൽ ദൈവരാജ്യം കാണുകയില്ല. കാരണം ദൈവരാജ്യം വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം. ഇന്ന് ഈ ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? നിങ്ങൾക്ക് വേണമോ യേശുവിനെ? യേശു തങ്ങളുടെ അരികത്തോട് വരികയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാം, വേറെ ആരും കേൾക്കണ്ട, രഹസ്യമായി പറയാം. ദൈവത്തിന് സ്തോത്രം. ഞാനും പറയുകയാണ് ഇപ്പോൾ. എൻ്റെ അരികത്ത് നിൽക്കുന്ന യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എന്നെ ഇനിയും കഴുകണമേ, എന്നെ ഇനിയും ശുദ്ധീകരിക്കണമേ, എന്നെ ഇനിയും വാഴ്ത്തണമേ, എന്നെ ഇനിയും ശുദ്ധീകരിക്കണമേ, ഇനിയും എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ. പോരാ കർത്താവേ, പോരാ. ഇനിയും പാവങ്ങൾ തീരാനുണ്ട് കർത്താവ്. ഇനിയും ലോകസ്നേഹം തീരാനുണ്ട്, ഇനിയും സ്വയസ്നേഹം തീരാനുണ്ട്, ഇനി ഈഗോചലത ഭരിക്കാനുണ്ട് കർത്താവേ. ഉണ്ട്. ഞാനും പറയുകയാണ് കർത്താവിനോട്. നിങ്ങൾക്ക് പറയാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ കർത്താവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ അത് പറ്റിയ സമയമാണ്. നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ നിൻ്റെ വക. യേശുവേ, നീ എനിക്കൊരു ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നീ എനിക്കൊരു ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നിങ്ങൾക്ക് പറയാം, ദൈവത്തോട് പറയാം, അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകനോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവായ യേശുവോട് നിങ്ങൾക്ക് പറയാം, യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, സ്നേഹം നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മക്കളെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. തീരുമാനമെടുത്തവരുടെ മേൽ മുദ്ര ചാർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ മുദ്ര നൽകിയല്ലേ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുവാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.